KSRTCയിൽ വീണ്ടും പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. പെൻഷൻ വിതരണം നിലച്ചിട്ട് 2 മാസമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ മുടങ്ങരുതെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രജിത്ത് ഇപ്പോൾ വീണ്ടും KSRTCയിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഹൈക്കോടതി നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്തി കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു കാരണവശാലും ഈ മുൻ ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം അവരുടെ സാമ്പത്തികാവസ്ഥയൊക്കെ പരിഗണിച്ച് വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പെൻഷൻ ഒരു കാരണവശാലും മുടങ്ങരുതെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ വീണ്ടും സംസ്ഥാനത്ത് ഈ രീതിയിൽ KSRTCയുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ KSRTC പെൻഷൻകാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആത്മഹത്യകൾ പലതും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം അവർക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ വീണ്ടും KSRTC വീഴ്ച വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് KSRTC കടന്നു പോകുന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇതിന് ആവശ്യകരമായ നടപടികൾ സ്വീകരിച്ച് കൃത്യമായ രീതിയിൽ ഈ പെൻഷൻ ഫ്ലോ ഉറപ്പുവരുത്തേണ്ട കാര്യത്തിൽ ഉത്തരവാദിത്തം KSRTCക്കുണ്ട്, സർക്കാരിനുണ്ട്. അതും ഹൈക്കോടതിയുടെ കർശനമായ ഒരു നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ പെൻഷൻ മുടങ്ങുന്ന ഒരു കോടതി ലക്ഷ്യം കൂടിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഈ പെൻഷൻകാരുടെ സംഘടനയൊക്കെ ഒരു മാസം പെൻഷൻ മുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സർക്കാരിന്റെ മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും അതിനൊരു പരിഗണന കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോടതി വിമർശനം വരുമ്പോൾ മാത്രമാണോ ഈ രീതിയിൽ ഈ പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ സജീവമായി ഈ പ്രശ്നം വീണ്ടും ചർച്ചയാവുകയാണ്. നേരത്തെ KSRTCക്ക് ഈ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ചകൾ പോയിരുന്നു. പക്ഷേ അതിന് ഈ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം ഒന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു സാഹചര്യത്തിലൊക്കെയാണ്, കൂടുതൽ പണം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് പെൻഷൻ മുടങ്ങുന്നതെന്നും പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ പറയുന്ന രീതിയിൽ വീണ്ടും മരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തുറന്നിടുകയാണ് എന്ന് പറയേണ്ടി വരും. ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണത്. പെൻഷൻ മുടക്കത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുകയും ഈ മുടങ്ങിയ പെൻഷൻ എത്രയും പെട്ടെന്ന് നൽകുകയും ഇനി പെൻഷൻ മുടക്കം ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പെൻഷൻകാരുടെ സംഘടനയൊക്കെ ആവശ്യപ്പെടുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തങ്ങൾ സമരത്തിലേക്കൊക്കെ പോകേണ്ടി വരുമെന്നും അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.